വെൽക്കം ടു കെം സ്ക്വയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂൽസ് ആൻഡ് കമ്പൽഷൻ ലാബിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ആണ്. ഫ്ലാഷ് പോയിൻറ്റ് ആൻഡ് ഫയർ പോയിൻറ്റ്. എന്താണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു ഫ്യൂവൽ നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു മിനിമം ടെമ്പറേച്ചറിൽ ഫ്ലാഷ് കാണിക്കും, ജസ്റ്റ് ഒരു ഫ്ലാഷ് കാണിക്കും. ആ ടെമ്പറേച്ചറാണ് അതിൻ്റെ ഫ്ലാഷ് പോയിൻറ്റ്. നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്യൂവൽ കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങും. ആ ടെമ്പറേച്ചറാണ് ഫയർ പോയിൻ്റ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. സിമ്പിളാണ്. ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഇഗ്നേഷൻ തരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ഇഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലാഷ് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ. ഫയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ബേണിങ്, കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്ന ടെമ്പറേച്ചർ ഏതാണോ അതാണ് അതിൻ്റെ ഫയർ പോയിൻ്റ്. ഇനി ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും നമ്മൾ അറിയുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി കൺസേണുമായിട്ട് ബന്ധപ്പെട്ട മാറ്ററാണ്. അതായത് ഓയിൽ അല്ലെങ്കിൽ ഫ്യൂവലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻ്റ് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സേഫ്റ്റി കൺസേണുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാറ്ററാണത്. ക്ലൗഡ് പോയിൻ്റ് ആൻഡ് പോർ പോയിൻ്റ് ഓഫ് ഓയിൽ. നമ്മൾ ഓയിൽ ജസ്റ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ടെമ്പറേച്ചറിൽ ഓയിൽ ഒരു ക്ലൗഡി രൂപത്തിലാവും. അതാണ് അതിൻ്റെ ക്ലൗഡ് പോയിൻ്റ്. ഇനി പോർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്ലൗഡ് പോയിൻറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ ഓയിൽ പിന്നെ ഒഴുകത്തില്ല, ഫ്ലോ ചെയ്യത്തില്ല. അതായത് പോർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ക്യാൻ സ്റ്റിൽ ഫ്ലോ ആണ്. അതായത് പോർ പോയിൻറ്റിന് താഴെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ ഓയിലിന് ഒഴുകാൻ കഴിയത്തില്ല, ഫ്ലോ ചെയ്യത്തില്ല. പോർ പോയിൻറ്റിന് മുകളിൽ ഓയിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ പോർ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? പോർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ലിമിറ്റ് ഓഫ് ഓയിൽ. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെമ്പറേച്ചർ, ഒരു പാരാമീറ്ററാണ് പോർ പോയിൻ്റ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ക്ലൗഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ ഓയിൽ ഒരു വാക്സി ഫോം കാണിക്കുന്നത് അല്ലെങ്കിൽ ക്ലൗഡി ഫോം കാണിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ക്ലൗഡ് പോയിൻ്റ് കൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിസ്കോസിറ്റി എന്താണെന്നാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നതിലുള്ള റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നത് മെഷർ ചെയ്യുന്നതാണ് വിസ്കോസിറ്റി കൊണ്ട് അർത്ഥാക്കുന്നത്. വിസ്കോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് വിസ്കോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഹൈ വിസ്കോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസ് കൂടുതലുള്ള, ഫ്ലൂയിഡിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലുള്ളവരാണ്, അതായത് ഓയിലൊക്കെയാണ്. ലോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ തിൻ ഫ്ലൂയിഡ്, അതായത് നമ്മൾ വാട്ടറൊക്കെയാണ്. ഇനി എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി? വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലോ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഇനി വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താണെന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണിത്. അതായത് ടെമ്പറേച്ചർ കൂട്ടിയാലും കുറച്ചാലും വിസ്കോസിറ്റിയിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. വിസ്കോസിറ്റി, ഒരു ലൂബ്രിക്കൻറ്റിന് വിസ്കോസിറ്റി ഇൻഡെക്സ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ടെമ്പറേച്ചർ എത്രത്തോളം കൂട്ടിയാലോ കുറച്ചാലോ അതിൻ്റെ വിസ്കോസിറ്റിയിൽ വലിയ ചേഞ്ച് വരുന്നില്ല എന്നുള്ളതാണ് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ലൂബ്രിക്കൻസിൻ്റെ സെലക്ഷനിൽ നമ്മളെപ്പോഴും ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സുള്ള ലൂബ്രിക്കൻ്റാണ് ചൂസ് ചെയ്യുക. അതാണ് ബെറ്റർ ലൂബ്രിക്കൻ്റായിട്ട് കണക്കാക്കുന്നത്. അതായത് നമ്മൾ ടെമ്പറേച്ചർ എത്ര ചേഞ്ച് ചെയ്താലും വിസ്കോസിറ്റിയിൽ വലിയ വേരിയേഷൻ കാണാൻ കഴിയില്ല. ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. അതായത് ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി കുറയും. ഗ്യാസസിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കൂടും. എന്താണ് കലോറിഫിക് വാല്യൂ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം ഫ്യൂവൽ അല്ലെങ്കിൽ യൂണിറ്റ് എമൗണ്ട് ഫ്യൂവൽ കത്തിക്കുന്ന സമയത്ത് ബേൺ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നത് കണക്കാക്കുന്നതാണ് കലോറിഫിക് വാല്യൂ കൊണ്ട് അർത്ഥാക്കുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് വെൻ 1 കിലോഗ്രാം ഓർ 1 മീറ്റർ ക്യൂബ് ഓഫ് ഫ്യൂവൽ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. 1 കിലോഗ്രാം ഫ്യൂവൽ കത്തുമ്പോൾ എത്ര കിലോ ജൂൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു? സോളിഡിൻ്റെ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കിലോഗ്രാം എന്ന രീതിയിലാണ് പറയുക. അതേസമയം ഗ്യാസസിൻ്റെ കേസിൽ 1 മീറ്റർ ക്യൂബ് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് എത്ര കിലോ ജൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് കലോറിഫിക് വാല്യൂ കൊണ്ട് അർത്ഥാക്കുന്നത്. കലോറിഫിക് വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത് കലോറിമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇനി എന്താണ് കലോറിഫിക് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എനർജി കണ്ടൻറ്റ് ഓഫ് ഫ്യൂവൽ. ഒരു കലോറിഫിക് വാല്യൂ കൂടുതലാണെങ്കിൽ ആ ഫ്യൂവലിൽ കൂടുതൽ എനർജി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കലോറിമീറ്ററാണ്. ഒന്ന് ബോംബ് കലോറിമീറ്ററും മറ്റൊന്ന് ജങ്കേഴ്സ് കലോറിമീറ്ററും. ബോംബ് കലോറിമീറ്റർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫ്യൂൽസിൻ്റെ കലോറിഫിക് വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ജങ്കേഴ്സ് കലോറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാഷ്യസ് ഫ്യൂലിൻ്റെ കലോറിഫിക് വാല്യൂ മനസ്സിലാക്കാനാണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇതിനകത്ത് നടക്കുന്ന ഒരു ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് കോൺസ്റ്റൻറ്റ് വോളിയം കമ്പൽഷനാണ് ബോംബ് കലോറിമീറ്ററിൽ നമ്മൾ നടത്തുന്നതെങ്കിൽ ജങ്കേഴ്സ് കലോറിമീറ്ററിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ കമ്പൽഷനാണ് നടത്തുന്നത്. നമുക്കിനി പ്രോക്സിമേറ്റ് അനാലിസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് കോളിനകത്തുള്ള കോമ്പോസിഷൻ കണ്ടെത്തുന്ന ഒരു ടെസ്റ്റാണ് പ്രോക്സിമേറ്റ് അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. 4 കാര്യങ്ങളാണ് നമ്മളിതിലൂടെ കണ്ടെത്തുന്നത്. കോളിനകത്ത് എത്ര മോയ്സ്ചർ ഉണ്ട്, വോളാറ്റൈൽ മാറ്റർ ഉണ്ട്, ആഷ് ഉണ്ട്, ഫിക്സഡ് കാർബൺ ഉണ്ട്. 4 കാര്യങ്ങളാണ് മോയ്സ്ചർ കണ്ടൻറ്റ്, വോളാറ്റൈൽ മാറ്റർ, ആഷ് ആൻഡ് ഫിക്സഡ് കാർബൺ. ഇത് കണ്ടെത്തുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് വോളാറ്റൈൽ മാറ്റർ എന്നുള്ളതാണ്. കോള് കത്തുന്ന സമയത്ത് ഇഗ്നേഷനും ഫ്ലെയിമൊക്കെ ഉണ്ടാക്കാൻ സഹായകരമായ വസ്തു ഏതാണോ അതാണ് കോളിനകത്തുള്ള വോളാറ്റൈൽ മാറ്റർ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി ഫിക്സഡ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? വോളാറ്റൈൽ മാറ്റർ റിമൂവ് ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് ഫിക്സഡ് കാർബൺ. ആ ഫിക്സഡ് കാർബണിൻ്റെ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കോള് കത്തുന്ന സമയത്ത് ഹീറ്റ് നിലനിർത്തുക, സസ്റ്റെയിൻ ഹീറ്റ്. അതാണ് ഫിക്സഡ് കാർബണിൻ്റെ റോൾ കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതാണ്. ആഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോള് കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണോ റെസിഡ്യൂ, അതാണ് ആഷ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി ജസ്റ്റ് എന്താണ് കമ്പൽഷൻ? ഫ്യൂൽ പ്ലസ് ഓക്സിജൻ ഗിവ്സ് ഹീറ്റ്. ഫ്യൂലും ഓക്സിജനും കൂടിച്ചേരുന്ന സമയത്ത് എന്തുണ്ടാവും? റിയാക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട് താഴെ കൊടുത്തിട്ട്. അതായത് മീത്തൈനും ഓക്സിജനും റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ പ്ലസ് ഹീറ്റ്. ഇനി എന്താണ് ASTM ഡിസ്റ്റിലേഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു മിക്സ്ചറിലുള്ള കമ്പോണൻസിനെ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ASTM ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. അതായത് പെട്രോളിയം പ്രോഡക്റ്റുകളുടെ ബോയിലിംഗ് റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ASTM ഡിസ്റ്റിലേഷൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അതായത് ഇനീഷ്യൽ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്, ഫൈനൽ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. ASTMൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക, അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, താങ്ക് യു.